ഹലോ നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പെട്ടികളൊക്കെ താഴെ നിരത്തി വെച്ചത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങളിതാ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ കാനഡയിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം എങ്ങനെ പോയി എന്ന് ഒരു പിടിയില്ല. എന്തായാലും നല്ലൊരു വെക്കേഷനായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു വെക്കേഷൻ തന്നെയായിരുന്നു. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂർ വഴി ട്രിവാൻഡ്രത്ത് പോകുന്ന വീഡിയോ ആയിരുന്നു. ട്രിവാൻഡ്രത്താണ് ഏട്ടൻ്റെ വീട്. അവിടെ നിന്ന് ഒരാഴ്ച നിന്നതിന് ശേഷം ഞങ്ങൾ പത്തനംതിട്ട പോയിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം നിൽക്കാനായിട്ടുണ്ട്. അച്ഛൻ്റെ തറവാട് അവിടെയായിരുന്നു. അപ്പം ഇത് ആറന്മുള വള്ളസദ്യ ആണ്. വള്ളസദ്യയുടെ വള്ളപ്പാട്ട് പാടിക്കൊണ്ട് പോകുന്നതായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങൾ നേരെ കണ്ണൂർ വന്നു. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. പിന്നെ കണ്ണൂർ വന്നിട്ട് പിന്നെ ഒരു അവസാനം 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു. ഞങ്ങൾ അതിനിടയിൽ പറശ്ശിനിക്കടവിൽ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൂർക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമാണല്ലോ പറശ്ശിനിക്കടവ്. പിന്നെ അമ്മയുടെ ഫുഡടി, അയ്യോ അമ്മയുടെ പൊതിച്ചോറ്, ഇത് കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ കൊതിയാണ് കേട്ടോ. അങ്ങനെ ഫുഡടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിപ്പം തിരിച്ച് കാനഡയിലോട്ട് പോവാണ്. ഞങ്ങളിത് സ്ലീപ്പർ ബസ്സിലാണ് ബാംഗ്ലൂർ പോണത്. അപ്പം വീടിന് തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ്. ഞങ്ങൾക്ക് ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ കാറിൽ തന്നെ 2-3 ട്രിപ്പ് എടുത്തിട്ട് പോയിട്ട് അവസാനത്തെ ട്രിപ്പിൽ അച്ഛനും ഏട്ടനും കൂടെ ഓട്ടോയും കാറും എടുത്തുകൊണ്ട് വന്നിട്ട് കാറ് വീട്ടിൽ വെച്ചിട്ട് ഓട്ടോയ്ക്കകത്ത് വീണ്ടും തിരിച്ച് ബസ് സ്റ്റോപ്പിൽ പോകാം എന്നുള്ള പ്ലാനിലാണ്. അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control. Feel the beat. Oh, don't touch it. Light it up. ട്രെയിനാകുമ്പം കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ടാണ്. ബസ്സാവുന്ന സമയത്ത് കുറച്ച് വേഗം എത്തുമല്ലോ, അതുപോലെ സ്ലീപ്പർ ആകുമ്പം കിടന്നിട്ട് ഉറങ്ങിയിട്ടൊക്കെ പോവാം, വേഗം എത്തും എന്നൊക്കെയുള്ള പ്ലാനിലാണ് ഞങ്ങൾ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തേക്കണത്. പക്ഷേ ഇനി ജീവിതത്തിൽ സ്ലീപ്പർ ബസ്സിൽ കയറില്ല എന്ന് വിചാരിച്ചൊരു തീരുമാനം എടുത്തേക്കാണ് ഞങ്ങളെല്ലാവരും. കാരണം എൻ്റെ ദൈവമേ, നമ്മളെ ഇട്ട് കുഴച്ച് മറച്ച് കിടത്തി അവസാനം എനിക്ക് തലകറക്കം വരുമായിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, മര്യാദയ്ക്ക് കിടക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ ചേച്ചിയുടെ കൂടെ 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഞങ്ങളിതാ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. കാറിലെത്തിയതിന് ശേഷമാണ് അയ്യോ ഞാൻ വ്ളോഗ് എടുക്കുമായിരുന്നല്ലോ എന്നുള്ളൊരു ബോധം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ രാത്രി 1:30ക്കാണ് ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹോങ്കോങ്ങിൽ, പിന്നെ ഹോങ്കോങ്ങിൽ നിന്ന് ടൊറൻഡോ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു 45 കിലോമീറ്ററാണ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 6:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരത്തെ ട്രാഫിക്, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. ഒരു സിസ്റ്റം ഇല്ലാത്ത പോലെ എവിടെ നിന്നൊക്കെയാണ് വണ്ടി വരുന്നതെന്നുള്ള ഒരു ബോധമില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും മേലെ നിന്നും താഴെ നിന്നും ഒക്കെ വണ്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ 45 കിലോമീറ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ 2.5 മണിക്കൂറോളം ഞങ്ങൾ എടുത്തു ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും അവസാനം എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ ലോഞ്ചിലോട്ടാണ് പോയത്. കാരണം ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് രാത്രി 1:30 ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാലേ ഫുഡ് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ എയർപോർട്ട് ലോഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് ലോഞ്ചിലുള്ള ഫുഡ് ഒരു രക്ഷയും ഇല്ലായിരുന്നു. പല വെറൈറ്റിയിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും എന്നുള്ളൊരവസ്ഥയായിരുന്നു അവിടെ പോയപ്പോഴത്തേക്കും. പലതരത്തിലുള്ള ഇത്
ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ എല്ലാ തരത്തിലുള്ള ഫുഡുകളും കിട്ടുന്നൊരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡെസേർട്ട് ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് വയറൊക്കെ ഒന്ന് ഫുള്ളായി ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നാട്ടിൽ പോകുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ ലൈവ് ക്യാമറ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഫ്ലൈറ്റിൽ വന്നിട്ട് ലൈവ് ക്യാമറ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരാൾ കമൻറ്റ് ചെയ്തു എയർബസ്സിൽ ലൈവ് ക്യാമറ ഉണ്ടാവുമെന്ന്. അപ്പോൾ എനിക്കത് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും എയർബസ്സാണ്. ഞങ്ങൾ എടുത്തേക്കുന്നത് കാത്തെ പസഫിക് ആയിരുന്നു കേട്ടോ. കയറി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒരു എഗ്ഗിൻ്റെ ഐറ്റം, പിന്നെ സോസേജ്, ഫ്രൂട്ട്സ്, യോഗട്ട്, കോഫി, ബൺ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 6 hours ഫ്ലൈറ്റ് ആയിരുന്നു ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 hour ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പണി കിട്ടാൻ പോയിട്ടുണ്ടായിരുന്നത് ഹോങ്കോങ്ങിൽ വെച്ചിട്ടായിരുന്നു. ഹോങ്കോങ്ങിൽ ഞങ്ങൾക്ക് 50 minutes മാത്രമേ ലേ ഓവർ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെയിം ഫ്ലൈറ്റ് ആയതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോങ്കോങ്ങിൽ രാവിലെ 10:30 ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. 10:45 ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അവർ നേരെ ഞങ്ങളെ പൊക്കിയിട്ട് കൊണ്ടുപോയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ ഇടുമായിരുന്നു. അങ്ങനെ ഓടിയാണ് ഞങ്ങൾ അപ്പുറത്തെ ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയൊരു മാരത്തോൺ കഴിഞ്ഞിട്ട് ഇതാ സെക്കൻഡ് ഫ്ലൈറ്റിൽ കയറി. ഇവിടെ നിന്ന് ഇനിയിപ്പം 13 hour ഫ്ലൈറ്റാണ് കേട്ടോ ടൊറൻഡോയിലോട്ട്. ഒരു സ്ട്രെയിറ്റ് ഫ്ലൈറ്റാണ്, എവിടെയും സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കയറിയിട്ട് ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഡ്രിങ്കും കുറച്ച് പീനട്സും ആയിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ലഞ്ച് സെർവ് ചെയ്തു. ലഞ്ച് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. റൈസ്, ചിക്കൻ കറി, കുറച്ച് വെജീസ്, സാലഡ്സ്, ഫ്രൂട്ട്സ്, ബൺ, പിന്നെ ഐസ്ക്രീം, ഇത്രയായിരുന്നു ലഞ്ച് ഉണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഞങ്ങൾ ഇപ്രാവശ്യം ട്രാവൽ ചെയ്ത എല്ലാ ഫ്ലൈറ്റ്സിലും നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയത് എയർ ഫ്രാൻസിലായിരുന്നു. എയർ ഫ്രാൻസിലും അടിപൊളി ഫുഡായിരുന്നു. അതേപോലെ തന്നെ ഈ കാത്തെ പസഫിക്കിലും ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിന്നർ സെർവ് ചെയ്തു. എനിക്കാണെങ്കിൽ റൈസ് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈസും സൈഡിൽ പോർക്കും, വെജീസ്, ഫ്രൂട്ട്സ്, ബൺ, പിന്നെ ഒരു ഡെസേർട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏട്ടനും സ്വസ്തിയും മാഷ് പൊട്ടാറ്റോ വിത്ത് ചിക്കൻ, പിന്നെ വെജീസ്, ഫ്രൂട്ട്സ്, ഡെസേർട്ട്, ബണ്ണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു ഈ ഫ്ലൈറ്റിനകത്ത്. അങ്ങനെ നമ്മൾ ടൊറൻഡോ എത്താനായപ്പോഴത്തേക്കും വെളിയിൽ വെളിച്ചമൊക്കെ വന്നു. ഇനിയൊരു 2.25 മണിക്കൂറും കൂടിയുള്ളൂ ടൊറൻഡോ എത്താൻ. ടൊറൻഡോ ടൈം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുന്ന സമയത്താണ് എത്തുന്നത്. ഞങ്ങളങ്ങനെ ടൊറൻഡോയിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടുവിട്ടിരുന്ന എയർപോർട്ടിലേക്ക് വിട്ടിരുന്ന സെയിം ഡ്രൈവർ തന്നെയാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഞങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയാണ് കേട്ടോ പുള്ളീനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റേറ്റിന് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പുള്ളി നല്ല സംസാരവും ഞങ്ങളുമായിട്ട് നല്ല കണക്റ്റഡായി. അപ്പം അതുകൊണ്ട് പുള്ളീനെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചും വിളിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളി കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയേക്കാണ്. ബാക്ക് യാർഡിൽ നന്നായിട്ട് പുല്ലൊക്കെ വന്നിട്ടുണ്ട്, നല്ല പണിയുണ്ട്. എന്തായാലും ആ പണികളൊന്നും ഇപ്പോൾ നോക്കണില്ല. നേരെ ഞങ്ങൾ പോയി കുളിച്ച് ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് പോയേക്കാണ്. കാരണം വീട്ടിലൊന്നുമില്ല, ഫ്രിഡ്ജൊക്കെ കാലിയാക്കിയിട്ടാണല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം, ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഞങ്ങളിപ്പം എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ സമയം 5:30 അപ്പം ഇവിടെ നിന്ന് നാട്ടിലത്തെ സമയം നന്നായിട്ട് ഉറങ്ങേണ്ട സമയമാണ്. എനിക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവണം. അത്രയും ടയേർഡായിട്ടൊരു കിറങ്ങിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എത്തിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡ് കഴിച്ചു. നേരെ എനിക്ക് എൻ്റെ സിം എടുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് സിം മാറ്റുന്ന സമയത്ത് എൻ്റെ സിം എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എൻ്റെ സിം പോയി അങ്ങനെ ഇവിടെ വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അതും കൂടെ കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിൽ പോയിട്ട് ഫ്ലാറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.